വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫിൽ വന്ദേമാതരം ആലപിക്കാത്തതിനെതിരായ ബി.ജെ.പി. പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദേശീയഗീതം ആലപിക്കുന്നതിനുള്ള പ്രോട്ടോകോൾ പാലിക്കാൻ ഉദ്ഘാടന പരിപാടിയിൽ കഴിയുമായിരുന്നില്ല. വിഴിഞ്ഞം ഉദ്ഘാടനം തനിക്ക് ക്ഷണമുണ്ടായിരുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സന്തോഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. സന്തോഷ്, ഈ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം എല്ലാ വേദികളിലുമെന്ന ബി.ജെ.പിയുടെ RSSന്റെ തന്നെ ഒരു നിർദ്ദേശത്തെ, അജണ്ടയെ പൂർണ്ണമായും തള്ളുകയാണ് അവരുടെ സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തപ്പോഴാണ്, അത് റെയിൽവേ കോച്ചുകളുടെ എണ്ണം കൂട്ടിയപ്പോഴാണ് എറണാകുളത്ത് BJP നേതൃത്വത്തിൽ വന്ദേ മാതരം പാടി ആലപിച്ചത്. ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഒരുപറ്റം നേതാക്കളുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് വന്ദേ മാതരം പാടിയത്. എന്തായാലും അതിനെ ഇപ്പോൾ പൂർണ്ണമായും തള്ളുകയാണ് സുരേഷ് ഗോപി. ഇന്നിപ്പോ പാലക്കാട് നടന്നൊരു ചടങ്ങിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ദേശീയഗീതം ആലപിക്കുന്നതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പാലിക്കാൻ ഉദ്ഘാടന പരിപാടിയിൽ കഴിയുമായിരുന്നില്ല. അതായത് ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടന സമയത്ത് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വന്ദേ മാതരം ആലപിക്കാൻ കഴിയുമായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ആലപിക്കാതിരുന്നത്. അത് മനസ്സിലാക്കാതെയാണ് ഈ നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതിഷേധിച്ചതെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തായാലും അത് അവർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ ആ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പിന്മാറി എന്നുകൂടി പറയുകയൊക്കെ ചെയ്തു. പൂർണ്ണമായും അന്ന് പ്രതിഷേധിച്ച നേതാക്കളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. അക്ഷയ്.